ഓം ശാന്തി. അത്ഭുതം എന്ന ഒരു വാക്ക് തന്നെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. മിറക്കിൾ എൻ്റെ ലൈഫിൽ സംഭവിക്കട്ടെ എന്ന് പറയാനും ജീവിതത്തിൽ എല്ലാ ദിവസവും പ്രഭാതത്തിൽ എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇന്ന് നടക്കേണ്ട എല്ലാ മിറക്കിൾസും സംഭവിക്കട്ടെ എന്ന് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലൈഫിലെ അത്ഭുതങ്ങൾ സ്വീകരിക്കാനുള്ളതായിരിക്കുന്നൊരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ആ വീഡിയോൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കണം കേട്ടോ. ഈ അത്ഭുതം എന്നൊരു വാക്ക് തന്നെ ഒരുപാട് അർത്ഥങ്ങൾ കൊണ്ട് നിറഞ്ഞൊരു വാക്കാണ്. എല്ലാ ദിവസവും അഥവാ അറ്റ്ലീസ്റ്റ് 9 ദിവസമെങ്കിലും നിങ്ങളതിൻ്റെ വിത്ത് ഫീലിങ്ങോട് കൂടി മിറക്കിൾ എന്നതായിരിക്കുന്നൊരു വാക്ക് രാവിലെയും രാത്രിയും 9 തവണ നിങ്ങൾക്ക് ആവർത്തിക്കാൻ സാധിച്ചാൽ പോലും ജീവിതത്തിൽ അത്ഭുതങ്ങളെ ആകർഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മിറക്കിൾ എന്നുള്ള വാക്ക് തന്നെ അതൊരു വെറും ഒരു വാക്കല്ല, ലൈഫിലെ ഒരുപാട് അർത്ഥങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വാക്കാണ് മിറക്കിൾ എന്നുള്ളത്. എം എന്നുള്ള വാക്ക് മാനിഫെസ്റ്റേഷനാണ്. മാനിഫെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ അർത്ഥം ജീവിതത്തിൽ എന്താണോ വേണ്ടത് അതിനെ ഇന്ന് ഓൾറെഡി നമ്മുടെ ലൈഫിൽ എന്ത് വേണോ അത് പ്രപഞ്ചത്തിൽ ഓൾറെഡി നിർമ്മിക്കപ്പെട്ട സാധനമാണ്. അത് സൂക്ഷ്മത്തിൽ ഈ ലോകത്തിലുണ്ട്. അതിനെ ജീവിതത്തിൽ സ്ഥൂലവൽക്കരിക്കുമ്പോൾ അഥവാ ജീവിതത്തിലേക്ക് ഫിസിക്കൽ ഫോമിൽ അതിനെ സ്വീകരിക്കുമ്പോൾ അതിൻ്റെ പേര് മാനിഫെസ്റ്റേഷൻ എന്ന് നമ്മൾ പറയും. അപ്പോൾ ജീവിതത്തിൽ വേണ്ട എന്തൊരു കാര്യത്തിനും നിങ്ങൾക്ക് ലൈഫിലേക്ക് സ്വീകരിക്കുന്ന സമയത്ത് അതിനെ സ്ഥൂലമായി കൊണ്ടുവരാനുള്ളതായിരിക്കുന്ന മനസ്സും വാക്കും കർമ്മവും ഉപയോഗിച്ചുകൊണ്ട് 3 ഡയമെൻഷനിലായിട്ടുള്ള എഫേർട്ടോടു കൂടി ആ കാര്യം ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളതിനെ പറയും മാനിഫെസ്റ്റേഷൻ. അപ്പോൾ ജീവിതത്തിലെ എല്ലാ അത്ഭുതങ്ങളുടെയും ആദ്യ ശബ്ദം, എല്ലാ മിറക്കിൾസിൻ്റെയും ഫസ്റ്റ് എന്ത് തന്നെയാണ്? മാനിഫെസ്റ്റേഷൻ തന്നെയാണ്. സെക്കൻഡ് ഐ എന്നുള്ളതായിട്ടുള്ള ശബ്ദം, ഐ മീൻസ് ഇൻഫനൈറ്റ് എന്നാണ്. അനന്തമായിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ കയ്യിൽ, ഈ സൃഷ്ടിയിൽ ഈശ്വരൻ്റെ കയ്യിൽ, പ്രപഞ്ചത്തിൻ്റെ കയ്യിൽ ഇല്ലാത്തതായിട്ടൊന്നും തന്നെയില്ല. എത്ര ധനം വേണോ അത്ര ധനം, എത്ര സന്തോഷം വേണോ അത്ര സന്തോഷം, എത്ര നല്ല ആരോഗ്യം വേണോ അത്ര നല്ല ആരോഗ്യം, ഇതെല്ലാം പെർഫെക്റ്റ് ക്രിയേഷൻ ഭഗവാന്റെ കയ്യിലുള്ളതാണ്. പക്ഷേ നമ്മളെ അതിന് യോഗ്യരാക്കാൻ വേണ്ടിക്കൊണ്ട് ആ ഇൻഫിനിറ്റ് റിസോഴ്സിൻ്റെ ഉറവിടവുമായി നമ്മൾ കണക്റ്റഡ് ആവുന്ന സമയം നമ്മുടെ മനസ്സും നമ്മുടെ സങ്കല്പങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രകളും അനന്തതയുമായി കണക്റ്റഡായി മാറുകയാണ്. അതുകൊണ്ട് ജീവിതത്തിലേക്ക് ധനത്തെ പ്രവഹിപ്പിക്കുന്ന അനന്തമായിരിക്കുന്ന സ്രോതസ്സുമായി ഞാൻ ഒത്തുചേരുന്നു എന്ന് പറയുന്നതായിരിക്കുന്ന മാജിക്കൽ വാചകം, അതും നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ മണി ഫ്രീക്വൻസി ഉയർത്താൻ വേണ്ടതായിട്ടൊരു വാചകത്തിൽ പറഞ്ഞതായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആ വീഡിയോ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കണ്ടു നോക്കണം. ഇങ്ങനെ ഒരു വാചകം നമ്മുടെ ലൈഫിൽ അനന്തമായിരിക്കുന്ന ശക്തിയുമായി കണക്റ്റഡ് ആവുകയും ജീവിതത്തിലേക്ക് വേണ്ട എല്ലാ ധനസമ്പത്തും പ്രവഹിപ്പിക്കാൻ വിധം നിങ്ങളെ യോഗ്യരാക്കാൻ മാറ്റുകയും ചെയ്യും. അതിനുതകുന്ന ശബ്ദമാണ് ഐ എന്നുള്ളത്. ആർ മീൻസ് റിയലൈസേഷനാണ്. ഒരു ലൈഫിൽ ഒരു ഡ്രീം നമ്മൾ സ്വന്തമാക്കുമ്പോൾ, ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണം എന്ന് നിശ്ചയിക്കുമ്പോൾ എന്തുകൊണ്ട് അത് വേണം എന്ന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണം. ആ കാര്യം എനിക്ക് നേടിയെടുത്താൽ ഈ സമൂഹത്തിന് സഹായമാകുന്ന രീതിയിൽ, ഈ സൊസൈറ്റിക്ക് ഞാൻ ജീവിച്ചു പോയതിൻ്റെ ഭാഗമായിക്കൊണ്ട് മറ്റുള്ളവർക്ക് ഓർക്കാൻ വിധം നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ തന്ന ഭൂമിയെ കുറച്ചുകൂടെ നന്നായി തിരിച്ചു കൊടുക്കാൻ വേണ്ടിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ലക്ഷ്യം തിരഞ്ഞെടുക്കുമ്പോൾ അതാണ് യഥാർത്ഥമായിരിക്കുന്ന ഡ്രീം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ലക്ഷ്യത്തിന് വേണ്ടതായിട്ടുള്ള റിയലൈസേഷൻ ചെയ്യുമ്പോൾ എനിക്ക് ആവുന്ന രീതിയിൽ എൻ്റെ ഉള്ളിലുള്ളതായിട്ടുള്ള എൻ്റെ സ്ട്രെങ്ത് എന്താണോ, എൻ്റെ പവർ എന്താണോ, അതിൻ്റെ സ്ട്രാറ്റജി എന്താണോ, എല്ലാത്തിനും ഉൾക്കൊണ്ടുകൊണ്ട് പൂർണ്ണഭാവത്തിൽ മനസ്സിലാക്കിയ ഒരു ഡ്രീമിനെ സ്വന്തമാക്കുമ്പോൾ ദാറ്റ് ഈസ് റിയലൈസേഷൻ എന്ന് പറയുന്നത്. മിറക്കിൾ ലൈഫിൽ സംഭവിക്കാൻ ഈ റിയലൈസേഷൻ അനിവാര്യമാണ്. മറ്റൊന്ന് എ എന്ന് പറയും. എ എന്ന് വെച്ചാൽ അർത്ഥം നിങ്ങൾ എപ്പോഴാണോ ആക്റ്റീവ് ആയിക്കൊണ്ട് എനർജറ്റിക് ആയിക്കൊണ്ട് നമ്മുടെ ഊർജത്തിൻ്റെ സ്രോതസ്സുമായി കണക്റ്റഡ് ആക്കുന്നത്, ആ ഊർജത്തെ നമ്മളുള്ളിലേക്ക് ആവാഹിച്ചുകൊണ്ട് അതിനെ കർമ്മരംഗത്തേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, ആ സമയത്താണ് എ എന്ന് പറയുന്നത് ആക്ടിവിറ്റി ആവുന്നത്. മിറക്കിൾ നമ്മുടെ ലൈഫിലേക്ക് വരുന്നതിൻ്റെ സ്റ്റെപ്പ് അത് തന്നെയാണ്. നമ്മളൊരു കാര്യത്തെ സ്വപ്നം കാണുകയും ആ കാര്യത്തിന് വേണ്ടതായിട്ടുള്ള ഊർജം ആവാഹിക്കുകയും അത് പഠനത്തിലൂടെയാവാം, മെഡിറ്റേഷനിലൂടെയാവാം, ഭഗവാനുമായിട്ടുള്ള കണക്ഷനിലൂടെ ആയിരിക്കാം, മറ്റേതെങ്കിലും സ്രോതസ്സുകളിലൂടെ സോഴ്സിൽ നിന്നുള്ള സപ്പോർട്ട് കൊണ്ടായിരിക്കാം, എല്ലാം നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ഇതിനെ നമ്മുടെ ആക്ടിവിറ്റിയിലേക്ക് അഥവാ പാർട്ടിസിപ്പേഷനിലേക്ക് അഥവാ ലൈഫിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ അതാണ് എ എന്ന് പറയുന്നത്. സി എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റിയാണ്. ഒരു സ്വപ്നം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ
എല്ലാ ദിവസവും നമുക്കതിനു വേണ്ടി ഒരു പ്ലാൻ ഉണ്ടാക്കുകയും ആ പ്ലാനിനെ ഞാൻ പ്രാക്ടിക്കലായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് രാത്രി ചെക്ക് ചെയ്ത് നോക്കുകയും ചെയ്തിട്ടില്ല എങ്കിൽ എന്തുകൊണ്ട് എന്ന് സ്വയം അവനവനെ ചോദ്യം ചെയ്യാനും തിരുത്താനും അതിനുശേഷം നാളേക്ക് വേണ്ടി പെർഫെക്റ്റ് ആയിരിക്കുന്ന ഒരു പ്ലാൻ ചെയ്യാനും രാത്രി ഉറങ്ങുന്നതിനേക്കാൾ മുന്നും ഉണർന്ന ഉടനെയും കുറച്ച് സമയം നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ലോകത്ത് ജീവിക്കാനും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, ആ ഒരു വിഷനെ മനസ്സിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ കൊണ്ടുവരാമെങ്കിൽ വളരെ വേഗത്തിൽ മിറക്കിൾ ജീവിതത്തിൽ സംഭവിക്കാൻ തുടങ്ങും. അതുകൊണ്ട് C മീൻസ് ക്രിയേറ്റിവിറ്റിയാണ്, L മീൻസ് ലിബറേഷനാണ്. ഒരു സ്വപ്നം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നതിൻ്റെ അൾട്ടിമേറ്റ് ആയിരിക്കുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ലിബറേഷൻ തന്നെയാണ്. ഒരു കാര്യം എപ്പോഴാണോ പൂർണ്ണമായിട്ട് ആവാഹിക്കുകയും അത് നമ്മൾ ജീവിക്കാൻ തുടങ്ങുകയും അത് കഴിഞ്ഞ ശേഷം മനസ്സ് അതിന് ജീവിച്ച അനുഭവിച്ച ആനന്ദത്തോടെ ആ റിലാക്സേഷൻ ഫീൽ ചെയ്യാൻ തുടങ്ങുന്നത്, ലിബറേഷൻ ഫീൽ ചെയ്യാൻ തുടങ്ങുന്നത്, ലിമിറ്റഡ് തിങ്കിങ്ങിൽ നിന്ന് നിങ്ങൾ മാറാൻ തുടങ്ങുന്നത്, ലിമിറ്റഡ് ബിലീഫ് സിസ്റ്റങ്ങളെ മറക്കാൻ തുടങ്ങുന്നത്, സാമ്പത്തികമായിരിക്കുന്ന പ്രതിസന്ധികളുടെ ഞെരുക്കത്തിൽ നിന്ന് മനസ്സിനെ സ്വതന്ത്രമാക്കാൻ പറ്റുന്നത്, അവിടെയാണ് ജീവിതത്തിലെ എല്ലാ അത്ഭുതങ്ങളും സംഭവിക്കുക. അതുകൊണ്ട് മിറക്കിൾ എന്നത് അതൊരു വേർഡല്ല, അതൊരു ലൈഫാണ്. അതുകൊണ്ട് രാവിലെയും രാത്രിയും ഉറങ്ങുന്നതിനേക്കാൾ മുന്നേ 9 തവണ അതിൻ്റെ ഫീലോട് കൂടിക്കൊണ്ട് മിറക്കിൾ എന്ന വാക്ക് നിങ്ങൾ ഒരു പക്ഷേ എഴുതി വെച്ച് നിങ്ങൾക്ക് വായിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മനസ്സിൽ വിഷ്വൽ ചെയ്തുകൊണ്ട് അതിനെ കാണാം. ഈശ്വരൻ്റെ മഹാത്ഭുതം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് ആ പരമമായ പ്രകാശത്തെ നമ്മുടെ ലൈഫിലേക്ക് ആവാഹനം ചെയ്യുക. ഇളം നീല പ്രകാശകിരണങ്ങൾ വന്ന് നിങ്ങളെ പൂർണ്ണമായി തഴുകി. മറ്റ് സ്റ്റെപ്പ് എല്ലാത്തിലും പറയുന്നത് കൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, എല്ലാ ദിവസവും രാത്രി ഭഗവാന് കത്തെഴുതി മനസ്സിനെ സ്വതന്ത്രമാക്കി ശുദ്ധമായി നമ്മുടെ ബെഡിലിരുന്ന് മെഡിറ്റേഷൻ്റെ എൻഡിൽ മിറക്കിൾ എന്ന വാക്കിനെ 9 തവണ ആവർത്തിച്ച ശേഷം ആ അത്ഭുതങ്ങളുടെ ഭഗവാൻ അഥവാ ഗോഡ് ഓഫ് മിറക്കിൾസ് ലൈറ്റ് ബ്ലൂ ലൈറ്റായിട്ട് നിങ്ങളുടെ തലയ്ക്ക് മേലെ വന്നിരിക്കുന്നു. ഒരു കുഞ്ഞു സൂര്യനെ പോലെ പ്രകാശിക്കുന്നു. ഇളം നീല പ്രകാശകിരണങ്ങൾ നിങ്ങളിൽ ഒഴുകി വന്ന് ജീവിതത്തിലെ എല്ലാ അത്ഭുതങ്ങൾക്കും നടക്കാൻ വേണ്ടിയുള്ള അനുഗ്രഹം നിങ്ങൾ നിറയുന്നതായിട്ട് കണ്ടുകൊണ്ട്, നിങ്ങളുടെ ചുറ്റും ആ പ്രകാശം കൊണ്ടൊരു പ്രഭാമണ്ഡലം ഉണ്ടാവുന്നതായിട്ട് കണ്ടുകൊണ്ട് ആ സമ്പൂർണ്ണ റിലാക്സേഷൻ്റെ മുകളിൽ നിങ്ങൾ ഉറങ്ങാൻ തുടങ്ങിയാൽ 9 ദിവസം കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ചെയ്തു നോക്കണം. ഉണ്ടാകുന്ന മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, നിങ്ങൾക്ക് പ്രാക്ടിക്കലാക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് സിസ്റ്റർക്ക് ഒരു താങ്ക്സോ അല്ലെങ്കിൽ ഒരു ഓം ശാന്തി ഇട്ടുകൊണ്ട് നിങ്ങളുടെ കമൻറ്റ് വേണം. നിങ്ങളുടെ കമൻറ്റ്സ് ഞാൻ പലപ്പോഴും പറയാറുള്ള പോലെ എനിക്കുള്ള ബ്ലെസ്സിങ്സ് ആണ്. എന്നെ കൂടെ ബ്ലെസ് ചെയ്യാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട എല്ലാം നേടിയെടുക്കാൻ ആ സർവശക്തനായ ഭഗവാന്റെ സാമീപ്യവും അനുഗ്രഹവും എന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓം ശാന്തി.